അങ്ങനെ ചിങ്ങമാസം തുടങ്ങി. ചിങ്ങം 3-ാം തീയതി നമ്മുടെ ഷീബയുടെ വടയും ചുക്ക് കാപ്പിയും കച്ചവടം നടങ്ങി. 3-ാമത്തെ ദിവസമായി ഇന്ന്. എന്ത് പറയാൻ, ഒന്നും പറയാനില്ല. ജഗദീശ്ചന്ദ്രൻ മാഷ് അങ്ങനെ ആവാരം പൂവിൻ്റെ കഷായം കുടിച്ച് എൻ്റെ ശരീരവേദനകൾ, നട്ടെല്ലിൻ്റെ വേദനകൾ ശമനമായി എന്ന് വേണമെങ്കിൽ പറയാം. നട്ടെല്ലിൻ്റെ വേദന അത്രയും ആയെങ്കിലും എണീറ്റിരിക്കാൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ടുകൾ കുറച്ചുണ്ടോ എന്നുള്ള കാര്യം വേണമെങ്കിൽ പറയാം. അതിൽ ത്രസ്റ്റ് കൊടുക്കുമ്പോൾ, വെയിറ്റ് കൊടുക്കുമ്പോൾ, എണീറ്റിരിക്കും ശ്രമിക്കുമ്പോൾ വേദന ഉണ്ടാവും. L2 L3 എന്ന് പറയുന്ന സ്പൈനൽ കോഡ് കസേരകളിൽ അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജഗദീഷ് ചന്ദ്ര സാറ് ബെഡ് റിഡനായിട്ട് കിടന്നിട്ട് ഇത് എത്രാമത്തെ മാസം? മാർച്ച് മാസം 7-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത് ബെഡ് റിഡനായിട്ട് കിടക്കാൻ തുടങ്ങിയത്. അപ്പം മാർച്ച് മാസം, ഏപ്രിൽ മാസം, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, ഇന്ന് എത്രാം തീയതി? 19-ാം തീയതി ആയിക്കഴിഞ്ഞു. 19-ാം തീയതി വരെ ജഗദീഷ് ചന്ദ്ര മാഷ് കിടപ്പിലാണെന്നുള്ള കാര്യം അറിയിക്കുകയാണ്. എന്നാൽ അതികഠിനമായ സ്പൈനൽ കാർഡ് വേദന എന്തായെന്ന് ഞാൻ ഇനി പറയണ്ടല്ലോ. അത് ശമനമായിട്ടുണ്ട്. എന്തുകൊണ്ട്? നമ്മൾ ഒരു 2 മാസം കൊണ്ട് ആവാരം പൂവിൻ്റെ കഷായം, ആവാരം സമൂലത്തിൻ്റെ കഷായം കഴിച്ചതുകൊണ്ടാണ്. അപ്പോൾ ആവാരം പൂവിൻ്റെ കഷായത്തിൻ്റെ എഫക്റ്റ് എത്ര എന്ന് പറഞ്ഞത് ആദ്യത്തെ ആഴ്ചയിൽ തന്നെ എൻ്റെ സഹിക്കാൻ പറ്റാതെ ഞാൻ അയ്യോ എന്ന് പറഞ്ഞ് എൻ്റെ ശരീരത്തിന് വലത് ഭാഗത്തോ ഇടത് ഭാഗത്തോ ചരിക്കാൻ ഒക്കാത്ത വിധത്തിലുള്ള പെയിനുകളായിരുന്നു. ശകലം അവർമെൻറ്റേഷനായിട്ട് നമ്മൾ സ്പൈനൽ കാർഡിനെ ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താകും? വേദന സഹിക്കാൻ പറ്റാത്തതായിട്ടുണ്ടാകും. അങ്ങനെ നമ്മളുടെ ശരീരവേദന കുറയാൻ വേണ്ടി ആവാരം പൂവിൻ്റെ കഷായം 2 മാസത്തിൽ കൂടുതൽ ഇപ്പോൾ കഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ എന്ത് ചെയ്യാം എന്ന് പറഞ്ഞാൽ, ഇതിനിടയിൽ നമ്മളുടെ കഷായത്തിന് കണ്ടിന്യൂസ് ആയിട്ട് കടിക്കാൻ വേണ്ടിയുള്ളതിന് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ എഫക്റ്റ് ഉണ്ടായി. അതിൻ്റെ എഫക്റ്റ് കൊണ്ട് നമ്മളുടെ സ്പൈനൽ കാർഡിൻ്റെ ട്യൂബർക്ലോസിസ് എന്നാണ് ഡൗട്ട്ഫുൾ കേസായിട്ട് നമ്മുടെ ശ്രീചിത്രയിലുള്ളവരും RCSിലുള്ളവരുടെയും ഫൈൻഡിങ്സിൻ്റെ ഫൈനൽ ഭാഗം. പിന്നെ എന്തോ ദൈവഭാഗ്യത്തിന് നമുക്ക് നമ്മളുടെ ആവാരം പൂ കഷായത്തിനെ കുറിച്ചുള്ള റിസർച്ച് ചെയ്ത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയതുകൊണ്ട് ആ കഷായം വിടാതെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. 50 മില്ലിഗ്രാം 450 മില്ലി വെള്ളത്തിൽ 30 ഗ്രാം ആവാരം സമൂലമിട്ട് തിളപ്പിച്ച് കൂടെ 15 മില്ലി ചുക്കും 15 മില്ലി ഏലക്കായും കൂടെ ഇട്ട് തിളപ്പിച്ച് അതിൻ്റെ 8 ഭാഗമായിട്ട് 60 മില്ലിയൊക്കെയാണ് കഷായം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഇളം ചൂടിൽ നമ്മൾ കുടിക്കാൻ വേണ്ടി അതിരാവിലെ ഞാൻ തയ്യാറാകും. അങ്ങനെ കുടിച്ച് അതൊരു ഭയങ്കര കയ്പുള്ളതാണെന്നുള്ള കാര്യം മറ്റുള്ളവർ പറയുന്നു. ആ മരുന്നിനെ മറ്റുള്ളവർക്കും വേണ്ടി കഴിക്കാൻ വേണ്ടിയുള്ളതിന് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തി കൊടുക്കുകയും അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്നുള്ള കാര്യമുള്ള ഡെമോയെല്ലാം നമ്മൾ വേന്തർ TV-യിലുള്ള വൈദ്യരാണത് നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ കാണിച്ചു തരുന്നതിന് അവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത പ്രകാരം അവരും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ പ്രോഗ്രസ്സും നമുക്കറിയാൻ പറ്റും. അതിനാൽ 19-ാം തീയതി ആഗസ്റ്റ് മാസം വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം 4 മണിക്ക് ശേഷമാണ്
ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇന്ന് ഇതിനെ നമ്മൾ ഷെയർ ചെയ്യുകയും വേണം. ഷെയർ ചെയ്താലേ മറ്റുള്ളവർക്ക് നമ്മളുടെ സ്ഥിതിയെക്കുറിച്ച് അറിയാൻ പറ്റൂ. അപ്പം നമ്മളെ അസുഖത്തിനെ കുറിച്ച് അറിയാൻ വേണ്ടിയുള്ള വ്യഗ്രതയുള്ള ആളുകൾ ഒരു വിരലെണ്ണാവുന്നതായിട്ടുള്ള ആളുകളേ ഉള്ളൂ. അവരെല്ലാം നമ്മളെ അസുഖം എന്താണെന്നുള്ള കാര്യമുള്ള വേദന എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം ചോദിക്കുന്ന ആളുകളുടെ നമ്പേഴ്സ് നോക്കിയാൽ ഒല്ലി ബിഗ് സീറോ എന്ന് 1 2 3 4 4 ആ അയ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വന്ന് വട ചുടാൻ വേണ്ടിയുള്ളതിനാണെന്ന് വന്ന് കിടന്ന് ഉറങ്ങിയാൽ ഇവിടെ താഴെയുള്ളവർ വിളിച്ച് എന്തിനാണെന്നുള്ള കാര്യം അറിഞ്ഞൂടെ എനിക്ക്. ഏത് മരുന്ന്? ഹോമിയോ മരുന്നാണ്. ഹോമിയോ മരുന്ന് നമ്മൾ യഥാർത്ഥത്തിൽ ഇത് ആവാരം പൂവിൻ്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ലെന്ന് അറിഞ്ഞൂടെ. ആവാരം പൂവിനെ തന്നെ നമ്മൾ യഥാർത്ഥത്തിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള തേനോ പാലോ മാല എന്തെങ്കിലും ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ല എന്നുള്ളൊരു വൈദ്യർ പറയുന്നത് കേട്ടില്ലേ അത് കഴിക്കുമ്പോൾ. അപ്പോൾ പിന്നെ ഇനി അതിനിടയിൽ കൂടെ യഥാർത്ഥത്തിൽ ഹോമിയോപ്പതിയുടെ ഗുളികയും കൂടെ എടുത്ത് വെച്ച് കഴിച്ചാൽ എന്ത് പറയാൻ അവരുടെ അടുത്ത് നമ്മൾ. അതുകൊണ്ട് നമ്മൾ ഈ ആവാരം പൂവിൻ്റെ ശക്തി എന്തെന്നുള്ളതിന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇവിടെ കിടന്ന് അയ്യോ എന്ന് വിളിച്ചപ്പോൾ നീ പറഞ്ഞിട്ടില്ലേ, അയ്യോ എന്ന് വിളിക്കുന്നത് നീ കേട്ടതല്ലേ? എല്ലാം റെഡിയായാ? കട്ടൻ കാപ്പി കൊണ്ട് വന്നാ? 5 വടയെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ 2 വട നീ തന്നാൽ 4 വടയായി. പിന്നെ 1 വടയാണ് വിൽക്കാൻ കൊണ്ടുപോകണത്. അവിടെ എത്ര വട ഇരിക്കണം ബാക്കി? അങ്ങനെ നമ്മൾ ആവാരം പൂവിൻ്റെ കഷായം കുടിച്ച് അങ്ങനെ പ്രോഗ്രസ്സായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആവാരം പൂവിനെക്കുറിച്ച് അറിയാവുന്നവരും വിരലെണ്ണാവുന്നവരേ ഉള്ളൂ എന്നുള്ള കാര്യമാണ്. ആവാരം പൂവിൻ്റെ കഷായം ഇങ്ങനെ കഴിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ എന്നെ പല ആളുകൾക്ക് ഇത് കഴിക്കണം എന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ പടിഞ്ഞാറ്റിൽ ലൈനിലുള്ള ഉണ്ണികൃഷ്ണൻ സാറ് നമ്മളുടെ അടുത്ത് പറയുകയാണ്, എനിക്കും അത് തുടങ്ങണം. സാറിൻ്റെ മകളുടെ കല്യാണം അടുത്ത മാസമാണ്, അത് കഴിഞ്ഞിട്ട് മതി എന്ന് കഴിഞ്ഞ മാസം പറയുന്നത് കേട്ടിച്ച്. നമ്മളെ കർക്കിടക മാസമാണ് പുള്ളി അത് പറഞ്ഞത്. ഇപ്പോൾ ചിങ്ങ മാസമായപ്പോൾ ഞാൻ ഉടനെ പ്രൊമോട്ട് ചെയ്ത്, സാർ ഇപ്പോഴേ അത് കഴിക്കണമുണ്ട്, ഒരു നോ ഹാം മീൻസ് ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാകാത്ത ഒരു സാധനമാണെന്നുള്ള കാര്യം പറഞ്ഞു നമ്മൾ. ഇനി സാറിൻ്റെ മനസ്സിൻ്റെ ഇംഗിതം വരട്ടെ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സാറും പറയണത്. അതുകൊണ്ട് ഇനി 1 കിലോയുടെ മറ്റേ ആവാരം പൂവിൻ്റെ പാർസൽ നമ്മൾ ആമസോണിൽ വിളിച്ച് വരുത്തി എറണാകുളത്ത് എൻ്റെ ശേഷകാരിയെ കൊണ്ട് രാവിലെ വെളുപ്പാങ്കാലത്ത് 5 മണിക്കുള്ള ട്രെയിനിൽ കയറ്റി വിട്ട്, ആ ട്രെയിനെല്ലാം നമ്മൾ മറ്റേ യാത്രയെല്ലാം യൂട്യൂബിലെല്ലാം ഇട്ടിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. എനിക്ക് പോകാത്തതുകൊണ്ട് രാവിലെ 10 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എൻ്റെ ശേഷകാരനെ വരാൻ പറഞ്ഞ് ശേഷകാരൻ വന്ന് വാങ്ങിച്ചു കൊണ്ടുപോയി. അവൻ ദിവസവും ഇപ്പോൾ യഥാർത്ഥ കഷായിട്ട് കുടിക്കുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ പ്രയോജനങ്ങളെല്ലാം അവർ കുടിച്ച് കഴിഞ്ഞപ്പോഴുണ്ട് അതിൻ്റെ ബെനിഫിറ്റുകൾ പറഞ്ഞ ശേഷം മാത്രമേ എനിക്ക് പറയാനൊക്കൂ ഏതാണെന്നുള്ള കാര്യം പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളുടെ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ള ദൃഢ ഉറപ്പ് എനിക്കുണ്ടെന്നുള്ള കാര്യം കൂടെ ഞാൻ ഇതിൽ കൂടെ പറയുന്നു എന്നുള്ള കാര്യമേ ഉള്ളൂ. ഏതായാലും ഞാൻ കിടന്ന് പാടുപെട്ടത്, ബെഡ്രിഡനായിട്ട് കട്ടിൽ തന്നെ കിടന്ന് മലമൂത്ര വിസർജനവും എല്ലാം ചെയ്തത് എല്ലാം എന്ത് ചെയ്തു, ഒരു ഫുൾ സ്റ്റോപ്പിലേക്ക് വരും എന്നുള്ള ഒരു പ്രതീക്ഷ നമ്മളുടെ സൃഷ്ടികർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ മരുന്ന് എനിക്ക് മാത്രമല്ല അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ള കാര്യം നാട്ടുകാർ അറിയാനും കൂടെ ഉള്ള കാര്യത്തിന് വേണ്ടിയുള്ള വീഡിയോകൾ ധാരാളം ഇട്ടിട്ടുണ്ട്. ആവാരം പൂ എവിടെ കിട്ടും, എങ്ങനെയാണ് നമ്മൾ കളക്ട് ചെയ്തത് എന്നെല്ലാത്തിൻ്റെ വീഡിയോകൾ നമ്മുടെ ജഗദീഷ് ചന്ദ്രൻ എന്ന് പറയുന്ന യൂട്യൂബിൽ ജഗദീഷ് ചന്ദ്രൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ ഉടനെ എൻ്റെ വീഡിയോയിലെല്ലാം കാണാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം ഇവിടെ പറയുന്നു. 1 മിനിറ്റിനല്ലേ? ആ 1 മിനിറ്റ് എന്നല്ലേ. പിന്നെ മൊബൈൽ എങ്ങനെ കൊണ്ടുപോകണത്? മൊബൈൽ വേണ്ടെങ്കിൽ ഇപ്പോൾ പോവാം. എൻ്റെ മൊബൈലിലാണ് ഞാൻ അതിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനൊരു മൊബൈൽ വേണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്?
വീഡിയോ എടുത്ത് അപ്പം അപ്ലോഡ് ചെയ്യണ്ടേ? ഈ കട്ടൻ ചായ കടയും കുടിക്കണം. ഇല്ല, ഞാൻ ഇത് അങ്ങോട്ട് എൻ്റെ മൊബൈലിലോട്ട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ പിന്നെ എനിക്ക് അവിടെ നിന്ന് അതിൽ അങ്ങ് അയക്കാമല്ലോ. എൻ്റെ മൊബൈൽ അതിൽ ഇവിടെ 2 പേരിൽ കൊണ്ട് ടച്ച് ചെയ്തെല്ലാം സ്റ്റോപ്പ് ചെയ്യാനല്ല നോക്കും. എടുക്കണം, ഞാൻ നോക്കിയിട്ട് അയച്ചു തരാം.